പക്ഷെ നിങ്ങളുടെ അതിശയകരമായ മന്ത്രവാദം കണ്ട് ഞാൻ അസൂയപ്പെട്ടിട്ടുണ്ട്. അതിനേക്കാൾ സമർത്ഥനാകണമെന്ന് ഞാൻ കരുതി. പക്ഷെ അവസാനം ഞാൻ തെറ്റായ വഴികളാണ് തിരഞ്ഞെടുത്തത്. നീ എന്റെ മുമ്പിൽ പശ്ചാത്തപിച്ചിട്ട് ഒരു കാര്യവുമില്ല സഹോദര. നിനക്ക് കഴിവുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാൻ നിന്റെ ജ്യേഷ്ഠൻ തന്നെയായിരിക്കും. അതിപ്പോ എനിക്ക് മനസ്സിലായി ജ്യേഷ്ഠ. സ്നേഹപ്രകടനമൊക്കെ പിന്നെയാകാം, എന്നെ ഒന്ന് സഹായിക്ക്. എന്റെ കൂട്ടുകാരൻ ഹക്കീം. നോക്കൂ സിൻബാദ്, എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. ഞാൻ നിന്നെ സഹായിക്കാം. അതിനു മുമ്പായി നമുക്ക് ആ രൂപം മാറാൻ കഴിവുള്ള വസ്ത്രം ഇവിടേക്ക് കൊണ്ടുവന്ന് അതിനെ നശിപ്പിക്കണം. അതുപോലുള്ള ഒരു അത്ഭുതകരമായ സാധനത്തിനെ നശിപ്പിക്കണമെന്നോ? എന്തിന്? അതെങ്ങനെ? അതെങ്ങാനും കിൽമാൻറ്റോർ ഉപയോഗിച്ചാൽ അവന് അതീത ശക്തികൾ ലഭിക്കും. അത് നമുക്ക് ആബാത്ത് എന്ന അഗ്നിപർവ്വതത്തിൽ കൊണ്ടുപോയി നശിപ്പിക്കണം. ആ മല കിൽമാൻറ്റോറിന്റെ കോട്ടയ്ക്കടുത്താണ്. എന്തിനാണ് അവിടെ പോയി അത് നശിപ്പിക്കേണ്ടത്? കാരണം ആ മാന്ത്രിക വസ്ത്രങ്ങൾ നശിപ്പിക്കാനുള്ള ശരിയായ ശക്തി ആ അഗ്നിപർവ്വതത്തിനുള്ളിലാണുള്ളത്. നിനക്ക് മനസ്സിലായോ? വരൂ, നമുക്കിപ്പോൾ ഈ മാന്ത്രിക പർവ്വതാനിയിൽ പുറപ്പെടാം. വരൂ, പോവാം. ഇതിലാണോ പോകുന്നേ? എന്നെ വിശ്വസിക്ക്, നമുക്ക് യാത്ര ചെയ്യാൻ ഇതാണ് ഒരേ ഒരു മാർഗം. വേഗം വരൂ, ന്യായാധിപൻ നിങ്ങളെ ശിക്ഷിക്കാൻ കാത്തിരിക്കുകയാണ്. സിന്ധുപാദ്, നിങ്ങൾ എങ്ങോട്ടാ പോയിരിക്കുന്നേ? ആരാധ പിടിച്ചോ. ഞങ്ങൾ ആ ഗിൽമാൻറ്റോയെ നോക്കാം. നീ നിന്റെ ജോലി നോക്ക്. ആ ഗിൽമാൻറ്റോർ തന്ത്രങ്ങൾ പ്രയോഗിക്കും. നിങ്ങൾ വളരെ സൂക്ഷിക്കണം. പറഞ്ഞത് മനസ്സിലായോ? അങ്ങോട്ട് നോക്കൂ അമ്മാവ. ഇവരാണ് സാൻബാദ് മന്ത്രവാദികൾ. രൂപം മാറാൻ കഴിവുള്ള ഈ വസ്ത്രം എന്റെ പക്കൽ നിന്ന് അപഹരിച്ചു കൊണ്ടുപോകാൻ വന്നതാണിവർ. സന്ദർഭം കിട്ടിയാൽ ഈ ക്ഷുദ്രജീവികളെ ഞാൻ നശിപ്പിക്കും. ഞാൻ വിചാരിച്ചതിനേക്കാൾ വളരെ കൂടുതലാണ് അവരുടെ മാന്ത്രിക ശക്തി. നമുക്ക് ഒരേ ഒരു മാർഗമേ ഉള്ളൂ സഹോദര. അതിനുവേണ്ടി നമ്മൾ രണ്ടുപേരുടെയും മാന്ത്രിക ശക്തി ഒന്നു ചേർക്കണം. ഞാൻ തയ്യാറായിരിക്കുന്നു ജ്യേഷ്ഠ. നിങ്ങളുടെ ശക്തി പ്രവർത്തിക്കുന്നില്ലേ? എന്ത് ധൈര്യമാ നിങ്ങൾക്ക്? എന്നെ പുറത്തുവിടാ. നമ്മൾ എത്തിക്കഴിഞ്ഞു. തയ്യാറായിരുന്നു പാക്? ആ മാന്ത്രിക പുതപ്പ് ഇവിടെ എവിടെയെങ്കിലും കാണും. അതിശയമായിരിക്കുന്നു. ഇതിവിടെ എങ്ങനെ ഇട്ടിരിക്കുകയാണല്ലോ. അതവിടെ ഇട്ടിരിക്കുന്നത് നിന്റെ കഥ അവസാനിപ്പിക്കാൻ വേണ്ടിയാണ് സിൻബാദ്. വേണ്ട കോക്ക്, മാറി നിൽക്ക്. അത് ഉഗ്ര വിഷമുള്ളതാ. ഞാൻ പറയുന്നത് കേൾക്ക്. നീ നാഗരാജാവായതുകൊണ്ട് എല്ലാത്തിനും രാജാവാണെന്ന് കരുതണ്ട. നിന്റെ ശത്രുവിനെ ഞാനിപ്പോ പുറത്തു കൊണ്ടുവരാൻ പോവുകയാണ്. എന്തായ അത് തമ്മിലുള്ള പോരാട്ടം നടക്കാൻ സമയമായി. ശത്രുക്കൾ തമ്മിൽ ഉഗ്രമായി പോരാട്ടം നടന്നു. ഓരോരുത്തരുടെയും ബലഹീനങ്ങൾ മനസ്സിലാക്കി അവ ആക്രമിച്ചു. എന്തായുടെ അവസാന ആക്രമണത്തിൽ ആ രാജനാഗം കൊല്ലപ്പെട്ടു. വേഗം വാ കോക്ക്. കോക്ക്, നീ പോയി അവരെ തടഞ്ഞു നിർത്തണം. തീർച്ചയായും നിന്നോട് ഞാൻ പ്രതികാരം ചെയ്യും സിൻബാദ്. മരുമകനെ, ഇങ്ങോട്ട് വാ. സിൻബാദിനെ പിന്തുടര. അവനെ വിടാൻ പാടില്ല. അവിടെ നോക്കൂ, ആ ദുഷ്ടമന്ത്രവാദി സിൻബാദിനെ പിന്തുടരുകയാണ്. അപ്പൊ നമുക്കും അവനെ പിന്തുടരാം. എന്താ പതിയെ പോകുന്നത്? വേഗത്തിൽ പോ. സിൻബാദ് ആ മാന്ത്രിക വസ്ത്രം നശിപ്പിക്കാൻ പോവുകയാണ്. ഇതിനെ നശിപ്പിക്കാനുള്ള സമയം അടുത്തു. ആ മാന്ത്രിക വസ്ത്രം അതിനെ പിടിക്കാം. വേഗം വേഗം പോയി അത് പിടിക്കാം. ആ മാന്ത്രിക വസ്ത്രം നശിച്ചു പോയി. അതെന്റെ സ്വന്തമാവേണ്ടതായിരുന്നു. ഇതിനെല്ലാം കാരണം അവനാണ്. ഇന്ന് നിന്റെ കഥ ഞാൻ അവസാനിപ്പിക്കും സിൻബാദ്. ചൂട് സഹിക്കാൻ പറ്റുന്നില്ല. എനിക്ക് എത്ര നേരം പിടിച്ചു നിൽക്കാനാവുമോ എന്തോ. താമസിച്ചു വന്നതിന് ക്ഷമിക്കൂ സിന്ധുബാദ്. കൂടുതൽ സംസാരിക്കേണ്ട. എന്നെ വേഗം രക്ഷിക്കുക. എനിക്ക് ചൂട് സഹിക്കാൻ കഴിയുന്നില്ല. വേഗം. ഞാൻ സഹായിക്കാൻ നിന്നെ. ഓ, എന്റെ മന്ത്രം വിജയിച്ചിരിക്കുന്നു. ഞാൻ ജയിച്ചിരിക്കുന്നു. നിനക്ക് കഴിയുമെന്ന് എനിക്കറിയാമായിരുന്നു.
നിങ്ങൾക്ക് രണ്ടുപേർക്കും ഞാൻ വിധി പറയാൻ പോകുകയാണ്. ഇതാരാണ്? ഇന്നലെ നമ്മൾ കണ്ടില്ലേ, അവരാണോ? ബഹുമാനപ്പെട്ട നീതിപതി, ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം ഞാനാണ്. ഒന്ന് തെളിച്ചു പറയുക. ഈ പാവപ്പെട്ട കുട്ടിയെ മോഷണത്തിന് പ്രേരിപ്പിച്ചത് ഞാൻ തന്നെയാണ്. ഞാൻ കാരണമാണ് ഇവിടെ ഇത്രയും പ്രശ്നങ്ങൾ നടന്നിരിക്കുന്നത്. ഇവൻ നിരപരാധിയാണ്. ഇവർ മൂലമുണ്ടായ നഷ്ടങ്ങൾക്ക് പരിഹാരം ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. ഇവരുടെ മേലുള്ള പരാതി നിങ്ങൾ പിൻവലിക്കണം. ഈ കുട്ടികളെ സ്വതന്ത്രരാക്കുക. ഈ പ്രശ്നം കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നല്ലവരായി തീരുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എന്നാൽ നിങ്ങൾ പോകാൻ പാടില്ല. നിനക്ക് ശിക്ഷയായിട്ട് നീ 4 വർഷം പൊതുജനങ്ങളെ സേവിക്കണമെന്ന് ഞാൻ ഉത്തരവിടുകയാണ്. നിന്നെക്കൊണ്ട് ഈ നാട്ടിലെ ജനങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിന് നീ പ്രത്യുപകാരം ചെയ്യണം. എന്നാൽ എനിക്ക് ഒരുപാട് വയസ്സായി. ഇവനെ ശിക്ഷിക്കരുത്. ഇവനെ എന്റെ ഉത്തരവാദിത്തത്തിൽ വിട്ടയക്കണം. ഇവൻ മൂലം ഈ നാടിനും ഇവിടുത്തെ ജനങ്ങൾക്കും ഒരു പ്രശ്നവും ഉണ്ടാവില്ല. അതിന് ഞാൻ ഉറപ്പ്. അങ്ങനെയാണെങ്കിൽ ഇവന്റെ ശിക്ഷാവിധി തീരുന്നത് വരെ നീയും അവനോടൊപ്പം ഉണ്ടായിരിക്കണം. വളരെ നന്ദി സിൻബാദ്. നീ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട. എന്റെ ഒരു കണ്ണ് എപ്പോഴും ഇവന്റെ മേലുണ്ടാവും. ഇവനെയും ചേർത്താ പറഞ്ഞത്. ഒരു കാര്യം ഓർമ്മയിരിക്കട്ടെ, നിങ്ങളുടെ സഹോദരൻ മണ്ടത്തരങ്ങൾ കാണിക്കാതെ ഞാൻ പോയിട്ട് വരട്ടെ.